ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളർപ്പിലേക്ക് എന്നുള്ള വാർത്തയാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്നത്. ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന ഈ പാർട്ടി ഇടയ്ക്ക് UDFിലേക്ക് ചേക്കേറുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഇത് പാർട്ടി വൃത്തങ്ങൾ അന്ന് നിഷേധിക്കുകയായിരുന്നു. എന്നാൽ ഛത്തീസ്ഗഡിൽ കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുകയും 9 ദിവസത്തോളം ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വന്ന സാഹചര്യവുമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഒരു പ്രബല വിഭാഗം തങ്ങളുടെ നേതാവുമായി തെറ്റിപ്പിരിഞ്ഞ് UDFുമായി യോജിച്ച് അടുത്ത കൊല്ലം നടക്കാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കാൻ കാരണമായത്. ഇതിന് നേതൃത്വം നൽകുന്നത് പിണറായി സർക്കാരിലെ ജലസേചന വകുപ്പ് മന്ത്രിയായ റോഷി അഗസ്റ്റിനാണ്. 2 കാര്യങ്ങൾ കൊണ്ടാണ് റോഷി തന്റെ മാതൃ പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ് UDF അംഗത്വം സ്വീകരിക്കാൻ നിർണായകമായ നീക്കങ്ങൾ നടത്തിവരുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന കൊടും പീഡനമാണ് ഇവയിൽ പ്രധാനം. കേരളത്തിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണെന്ന് ക്രിസ്ത്യൻ സമൂഹം മൊത്തത്തിൽ വിചാരിക്കുന്നു. ഇതിന് സാധാരണ വിശ്വാസികൾക്ക് പുറമെ പ്രഗത്ഭരായ പല സഭാ നേതാക്കളുടെയും പിന്തുണയുണ്ട്. ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDFിൽ നിന്ന് UDFുമായി ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ആ പാർട്ടിക്ക് ദേശീയ തലത്തിൽ തന്നെ വലിയ ക്ഷീണമുണ്ടാക്കും എന്ന കാരണത്തിനാലാണ് ഇത്തരമൊരു നീക്കത്തിന് പള്ളി അധികാരികൾ തന്നെ നേതൃത്വം നൽകുന്നത്. ഒരു നിർണായക ഘട്ടത്തിൽ തങ്ങളുടെ പാർട്ടിയുമായി വേർപിരിഞ്ഞ് LDFിലേക്ക് കൂറുമാറിയ ജോസ് കെ മാണിയെ തിരിച്ച് UDFിലേക്ക് എടുക്കുന്നത് കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കൾക്കും എതിർപ്പുള്ള കാര്യമാണ്. കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണ് അന്ന് ജോസ് കെ മാണി തന്റെ പാർട്ടിയെ LDF പാളയത്തിലേക്ക് നയിച്ചത്. നേരത്തെ പറഞ്ഞുറപ്പിച്ചതനുസരിച്ചാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം PJ ജോസഫ് ഗ്രൂപ്പിന് നൽകാൻ UDF ധാരണയായത്. എന്നാൽ മുന്നണി മര്യാദകൾ ലംഘിച്ച് UDFിനെ അവതാളത്തിലാക്കിയ ജോസ് കെ മാണിയെ ഇന്നും കോൺഗ്രസ് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല. രണ്ടാമതായി കോൺഗ്രസ് നയിക്കുന്ന UDF കഴിഞ്ഞ കൊല്ലത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ UDF നേടിയ ഉജ്ജ്വലമായ വിജയമാണ് മാണി ഗ്രൂപ്പിലുള്ള പലരെയും ഒരു മാറ്റത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. 2011 മുതൽ ഇടുക്കി മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്ന റോഷി അഗസ്റ്റിൻ തന്നെയാണ് ഇത്തരമൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നതും. ഇടുക്കിയിലെ CPMക്കാർ അടുത്ത കൊല്ലം തന്റെ കാലുവാരുമെന്ന് റോഷി വിശ്വസിക്കുന്നു. ഒത്തൊരുമയോടുകൂടി ഇലക്ഷനിൽ പ്രവർത്തിച്ചാൽ പോലും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസ് നേടിയ വൻ ലീഡ് തന്റെ അസംബ്ലി മണ്ഡലത്തിൽ മറികടക്കാനാകുമോ എന്ന് സംശയങ്ങൾ ഏറെയാണ്. ഇതേ കാരണങ്ങളാണ് പൂഞ്ഞാർ MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള സാമാജികനായ ജോബ് മൈക്കിളും ഉന്നയിക്കുന്നത്. ഇവർ ഇപ്പോൾ സീനിയർ നേതാവായ റോഷിക്കുമേൽ കടുത്ത സമ്മർദ്ദമാണ് നടത്തുന്നത്. ഇരുവർക്കും അവരവരുടെ ഇപ്പോഴത്തെ സീറ്റുകൾ നിലനിർത്തണമെങ്കിൽ കോൺഗ്രസിന്റെയും UDFിന്റെയും സഹായം വളരെ അത്യാവശ്യമാണ്. പാർട്ടിയുടെ മറ്റ് 2 സാമാജികരായ N ജയരാജനും റാന്നിയിൽ നിന്നുള്ള പ്രമോദ് നാരായണനും അവരുടെ മനസ്സ് ഇതുവരെ തുറന്നിട്ടില്ല. എന്നാൽ റോഷിയും കൂട്ടരും പാർട്ടി പിളർത്തി UDFിലേക്ക് പോകുകയാണെങ്കിൽ അത്തരമൊരു നീക്കത്തിനോടൊപ്പം നിൽക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് UDFിലേക്ക് ചായുമെന്നുള്ള വാർത്തകൾ വീണ്ടും പരക്കുന്നത്. ഒരുപക്ഷെ ഇത് മുൻകൂട്ടി കണ്ടായിരിക്കും പ്രതിപക്ഷ നേതാവായ VD സതീശൻ UDF വിസ്മയമായ വിപുലീകരണം വരും ദിവസങ്ങളിൽ തന്നെ കാഴ്ചവെക്കുമെന്നും അടുത്ത കൊല്ലം 100ലേറെ സീറ്റ് നേടി സംസ്ഥാനത്ത് ഭരണം പിടിക്കുമെന്നും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പറഞ്ഞത്. മാണി ഗ്രൂപ്പിലെ ഭൂരിപക്ഷം തങ്ങളോടൊപ്പം ചേർന്നാൽ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം മുതലായ ജില്ലകളിലെ മുഴുവൻ അസംബ്ലി സീറ്റുകളും തൂത്തുവാരാൻ സാധിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിന്റെയും കൂട്ടുകാരുടെയും അടുത്ത നീക്കം കേരള രാഷ്ട്രീയം ഏറെ പ്രാധാന്യത്തോടുകൂടി വീക്ഷിക്കുന്നതും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.